ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. ഇപ്പോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു ലഗ്നമാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ നിങ്ങൾ ദാമ്പത്യ വിഷയത്തിൽ ഗൗനമായിട്ടിരിക്കണം. പ്രേമിക്കുകയാണെങ്കിൽ ആ കാര്യത്തിലും ഗൗനമായിട്ടിരിക്കണം. ഈ ലഗ്നത്തിന് തന്നെ പല ഗുണങ്ങളും ഉണ്ട്. നമുക്ക് ആ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. അതിൽ പകുതിയിലേറെ വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണങ്ങൾ സഹിതം ഗ്രന്ഥങ്ങളിലുള്ള ദശാധ്യായി, ഫലദീപിക, സാരാവലി മുതലായ ഗ്രന്ഥങ്ങളിലെ പ്രമാണങ്ങൾ സഹിതമുള്ള വീഡിയോകളാണ്. പല വീഡിയോകളും തമിഴ് അസ്ട്രോളജിയിലെ പല ലിനേജുകളിൽ നിന്നുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചില ലൈവ് വീഡിയോകൾ കർമ്മ അസ്ട്രോളജിയുമായിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്താ പറഞ്ഞത്? ഒരു ലഗ്നമാണ് നിങ്ങളുടെ ലഗ്നമെങ്കിൽ ദാമ്പത്യ വിഷയത്തിൽ ശ്രദ്ധയായിരിക്കണം. ഏത് ലഗ്നോ? സിംഹലഗ്നം. സിംഹലഗ്നക്കാര് ശ്രദ്ധിക്കുക. ഇതെന്താ ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ കുറെ കാരണങ്ങളുണ്ടേ. ഒന്ന്, സിംഹലഗ്നം എന്നത് കാലപുരുഷന്റെ പഞ്ചമഭാവമാണ്, മനസ്ഥാനമാണ് കാലപുരുഷന്റെ. ഇവിടുത്തെ അധിപൻ സൂര്യനാണ്. ഗാംഭീര്യം എന്ന് പറയുന്നത് ഇവർക്ക് വളരെ അധികം ഉണ്ടായിരിക്കും. ഇവരൊരു കാരണവശാലും താഴേക്ക് ഇറങ്ങി വരാൻ ഇടയില്ല. ഇവർ എപ്പോഴും ഒരു ഈഗോ സ്റ്റേജിലായിരിക്കും നിൽക്കുക. ഈഗോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അർത്ഥത്തിലല്ല, അവരുടെ വിലയെ കുറച്ച് താഴേക്കിടയിലേക്ക് ഇറങ്ങി വരാത്തവരായിരിക്കും ഇവര്. ഒന്ന് അതുകൊണ്ടൊന്നുമല്ല, ഇതിന്റെ 7ാം ഭാവം ഏതാന്ന് നോക്കിയേ. അപ്പൊ ഇവര് സ്വന്തം വില കളഞ്ഞ് പ്രവർത്തിക്കില്ല എന്നാണ് അതിന് അർത്ഥം. വില കളഞ്ഞ് ചീപ്പായിട്ട് പെരുമാറത്തില്ല. എപ്പോഴും ഒരു വിലയോടുകൂടിയേ സംസാരിക്കത്തുള്ളൂ. അവര് താന്നു കൊടുക്കത്തില്ല ആർക്കും. ഇതിന്റെ 7ാം ഭാവം ഏതാ? കുംഭം. അധിപനാരാ? ശനി. അപ്പൊ ശനി അധിപനായതുകൊണ്ട് എന്തൊക്കെ വിഷയം എന്ന് വെച്ചാൽ കുറെ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പറയാം. ഒന്ന്, 6ാം ഭാവാധിപനാണ് ശനി. 6ാം ഭാവാധിപത്യം ഉണ്ട്. 6ാം ഭാവാധിപത്യം കടന്നോയി, വഴക്ക്, പ്രശ്നങ്ങള്, തസ്കരാതി വിഘ്നാതി വ്യാധ്യസ്ഥ തനുഷ്ഠ മലയാളം പ്രമാണം കടവും രോഗവും വഴക്കും ഒക്കെ ഉള്ളത് കൊണ്ട് 6ാം ഭാവാധിപത്യമുള്ള ശനിക്ക് 6ാം ഭാവാധിപത്യമാണ് ആക്റ്റീവ് ആവുന്നതെങ്കിൽ 2 ഭാവാധിപത്യമുള്ള സമയത്ത് ഏത് ഭാവാധിപത്യം ആക്റ്റീവ് ആവുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. എന്നാലത് ക്ലാരിറ്റി പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഇതിൽ ഏത് ഭാവാധിപത്യം ആക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമയത്ത് 6ാം ഭാവാധിപത്യം ഉള്ള ശനി ആയതുകൊണ്ട് കുഴപ്പങ്ങൾ വന്നേക്കാം. എന്നാൽ ഈ 6ാം ഭാവാധിപത്യം നൽകുന്ന കുഴപ്പം എന്താ? ഭർത്താവ് റോങ് ആയിട്ടുള്ള ഡീൽസ് ഉള്ള ആളായിരിക്കാം. കടം വാങ്ങിക്കുന്നവനോ, രോഗമുള്ളവനോ, കെട്ടപ്പഴക്കങ്ങൾ ഉള്ളവനോ, കോപമുള്ളവനോ, നമുക്ക് തന്നെ ശത്രുവായി വരുന്ന ആളൊക്കെ ആവാം. പ്രേമിക്കണ സമയത്തും ശ്രദ്ധിക്കണം. ഇവര് പ്രേമിച്ച് കെട്ടുമ്പോ 5ാം ഭാവാധിപൻ ഇവിടെ 8ാം ഭാവാധിപനായിട്ട് വരും. കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ആക്റ്റീവ് 7th ഹൗസ് ആക്റ്റീവ് ആവും. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പോ 6ഉം 7ഉം കണക്ഷൻ. ഇതിനി പോസിറ്റീവ് ആണെങ്കിലോ ശനിയുടെ ഇരിപ്പ് പവർഫുൾ ആണ്. ശനി പവർഫുൾ സ്ഥാനത്താണ്, പവർഫുൾ സ്റ്റേജിലാണ് എങ്കിൽ ഇവിടെ നല്ല ഭർത്താവ്, നല്ല ജോലിയുള്ള ഭർത്താവ്, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള മേഖലകളിൽ, അതായത് ലോ ആൻഡ് ഓർഡറിൽ ജോലിയുള്ളവര്, ഗവൺമെന്റ് സർവീസുകളിൽ ജോലിയുള്ളവര്, മെഡിക്കൽ ഫീൽഡിൽ ജോലിയുള്ളവര്, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ജോലിയുള്ളവര്, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലിയുള്ളവരൊക്കെ കല്യാണം വരാം. അതൊന്ന്. ബിസിനസ് ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അത്തരത്തില് ഗുണവും ഉണ്ട്. എന്നാൽ ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജാതകം നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ 7ാം ഭാവാധിപൻ എന്ന് പറഞ്ഞാൽ കാലപുരുഷന്റെ ബാധാരാശിയാണ്. കാലപുരുഷന്റെ ബാധാരാശി ഇവർക്ക് 7ാം ഭാവമായി വന്നിട്ടുണ്ട്. അപ്പൊ
സമൂഹത്താൽ ബാധിക്കപ്പെടുന്നവരായിരിക്കാം ഇവരുടെ 7ാം ഭാവം. അതായത് ഇവരുടെ ഭർത്താവ് എന്തെങ്കിലും കാര്യത്തിലേർപ്പെട്ട് പേരുദോഷം കേൾപ്പിച്ചേക്കാം എന്നുള്ളൊരു ഹിന്റ് അവിടെ കാണുന്നുണ്ട്. കാലപുരുഷന്റെ ബാധരാശിയായിട്ട് വന്നുകൊണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, കാലപുരുഷന്റെ 11ാം ഭാവമല്ലേ, ലാഭസ്ഥാനമല്ലേ എന്ന്. ഇവിടെ ലാഭം ആണോ കിട്ടുക, ബെനിഫിറ്റ്സ് ആണോ ഉണ്ടാവുക, അഥവാ കുഴപ്പമാണോ ഉണ്ടാവുക എന്നുള്ള ജാതകം നോക്കി തീരുമാനിക്കണം. അതുകൊണ്ട് ഇതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. 3ാമത്തെ കാര്യം, ഇവിടെ ഈ സ്ഥാനത്ത് പല ഗ്രഹങ്ങള് ഇരിക്കുന്നുണ്ടാകാം. ചന്ദ്രനാണ് ഇരിക്കണമെങ്കിൽ 12ാം ഭാവാധിപൻ ബലമില്ലാത്ത ക്ഷേത്രത്തില്. അപ്പൊ ബലമില്ലാത്ത ക്ഷേത്രത്തില് ചന്ദ്രൻ ഇരിക്കുന്നു. സൂര്യൻ ലഗ്നാധിപൻ തന്നെയാണെങ്കിലും ഇത് പകയ സ്ഥാനമാണ്, പകയ വീട്ടിലിരിക്കുന്നത്. അപ്പൊ സൂര്യനും ചന്ദ്രനും ഒരു 4 കുഴപ്പങ്ങൾ വരുത്താം. അത് ഡിഗ്രിയൊക്കെ വെച്ചിട്ട് നോക്കണം, ദൃഷ്ടിയൊക്കെ പ്രധാനമാണ്. ഇനി വ്യാഴം ഇരുന്നാലോ, 5ാം ഭാവാധിപത്യമുള്ള വ്യാഴം ഇരിക്കുകയാണെങ്കിൽ തന്നെ വ്യാഴത്തിന് അഷ്ടമാധിപത്യം ഉണ്ട്. അഷ്ടമാധിപത്യം ആക്റ്റീവ് ആവോ എന്നുള്ളൊരു ചിന്ത. ശനി ഇരുന്നാലും ഞാൻ പറഞ്ഞു, ശനി തന്നെ ഇരിക്കുകയാണെങ്കിൽ 6ാം ഭാവാധിപത്യമുണ്ട്, സ്വക്ഷേത്രത്തിലാണ്. അതൊരു വിഷയം. 7ാം ഭാവത്തിന്റെ അധിപൻ 7ാം ഭാവത്തിൽ ഇരുന്നാല് അത് കാരകോ ഭാവ വിനാശകൃത്ത് എന്ന് പറയുന്ന ഒരു ബലം. ഇനി ചൊവ്വയാണ് ഇരിക്കണമെങ്കിലോ, ചൊവ്വയാണെങ്കിൽ അതും ചൊവ്വയ്ക്ക് ഇഷ്ടപ്പെട്ട ക്ഷേത്രമല്ല, പഴയ ക്ഷേത്രം. ഇനി ബുധനാണ് ഇരിക്കണമെങ്കിലോ, ബുധൻ 2ാം ഭാവത്തിന്റെ ആധിപത്യം മാരകനാണ്. ഈ മാരകത്തോടെ വരുമോ എന്നുള്ളത് നോക്കണം. ഇനി ശുക്രനാണ് ഇരിക്കണമെങ്കിലോ, 7ാം ഭാവത്തിന്റെ, അതായത് മദന കാരകനായിട്ടുള്ള ശുക്രൻ 7ാം ഭാവകാരകൻ കാരകസ്ഥാനത്തിരുന്നാൽ കാരകവശാല് കാരകോ ഭാവ വിനാശകൃത്ത് എന്നുള്ളത് അതൊരു ഭാവം. അതായത് ഗ്രഹകാരകത്തില്, ഇത് രാശികാരകത്തില് ഏത് ഗ്രഹം ഇരുന്നാലും ആ ഗ്രഹത്തിന്റെ ബലാബലം ഷാർപ്പായിട്ട് നോക്കിയിട്ട് ദോഷം ഉണ്ടാവില്ലേ എന്നറിയേണ്ട ഒരു സ്ഥാനമാണിത്, 7ാം ഭാവം ഇവർക്ക്. ഇനി വേറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് സിംഹോ വൃഷപ്രഥമ ഷഷ്ട ഹയാങ്ക തൗലി കുംഭ ത്രികോണ എന്നാണല്ലോ പ്രമാണം. അപ്പോ കുംഭം രാശി എന്ന് പറയുന്നത് ശനിയുടെ മൂലത്രികോണ രാശിയാണ്. കുംഭം ശനിയുടെ മൂലത്രികോണം ആയതുകൊണ്ട് ഇവിടെ ഈ സ്ഥാനത്ത് ശനി തനിക്ക് കിട്ടിയ ശാപം കൊടുക്കുമെന്ന് പറയണ. ശനി ശാപം മേടിച്ചിരിക്കുന്നത്, ശനിനെ ശപിച്ചു വെച്ചേക്കണ ആരെന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ശാപം ശനിക്കുണ്ടെന്ന്. അപ്പോ ഇത് ശനിയുടെ സ്വന്തം ക്ഷേത്രം ആയതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ചൊവ്വയുടെ ശാപമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൊവ്വാദോഷം ഉണ്ടെന്ന് അർത്ഥം. ഇത് കർമാസ്ട്രോളജി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ DNA ആസ്ട്രോളജി. DNA ആസ്ട്രോളജി പറയുന്നത് എന്താ, ഇവിടെ ചൊവ്വ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രാശിക്ക്, ചൊവ്വല്ല, ശനി ഇരുന്ന് കഴിഞ്ഞാൽ, ശനി ഇരുന്നില്ലെങ്കിലും ശനിയുടെ ക്ഷേത്രമായതുകൊണ്ട് ചൊവ്വയുടെ ശാപമുണ്ട്. ചൊവ്വയുടെ ശാപം എന്ന് പറഞ്ഞാൽ എന്താ, വിവാഹ തടസ്സം, ഡൈവോഴ്സ്, ഇഷ്ടപ്പെടാത്ത ആളിനെ വിവാഹം കഴിക്കുക, കല്യാണത്തിന് ശേഷം ദ്രോഹിക്കുക, ഭർത്താവ് ദ്രോഹിക്കുക, ഭാര്യ ദ്രോഹിക്കുക, ദ്രോഹം, ഭർത്താവിന് രോഗം വരിക, കടം വരിക, ഭർത്താവുമായിട്ട് കലഹം വരിക, ഭർത്താവിന് ആക്സിഡന്റ് വരിക, ഇങ്ങനെയൊക്കെയുള്ള ശാപം അല്ലെങ്കിൽ നെഗറ്റീവ് കർമ്മ. ഇനി ചൊവ്വയുടെ പോസിറ്റീവ് കർമ്മയും ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങൾ, കൺസ്ട്രക്ഷൻ ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡ്, യന്ത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന ജോലികൾ, മെക്കാനിക്കൽ ഫീൽഡ്, ശനി ചൊവ്വ മെക്കാനിക്കൽ ഫീൽഡ്, ഗവൺമെന്റ് ഉദ്യോഗം, ഗവൺമെന്റ് ജോലി, പോലീസ്, പട്ടാള, നിയമം, വക്കീല്, കോടതി, ഗവൺമെന്റ് ജോലികള്, ഇതൊക്കെ വേണമെങ്കിൽ, ലാൻഡ് റവന്യൂ വകുപ്പുള്ള ജോലി, ഫോറസ്റ്റിലുള്ള ജോലി, ഇതൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡിനെയും കിട്ടാം. എങ്കിലും നെഗറ്റിവിറ്റി ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. കർമാസ്ട്രോളജി DNA പ്രകാരം, DNA നിന്ന് ഉരുത്തിരിഞ്ഞ ഏത് മ്യൂട്ടേഷൻ തിയറികളാണെങ്കിലും ഈ പോയിന്റ് ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അപ്പൊ ഞാൻ മൊത്തത്തില് പരാശര സിസ്റ്റത്തിന്റെ 6ാം ഭാവാധിപത്യമുള്ള ഗ്രഹം നിൽക്കുന്നു.
ഗ്രഹത്തിന്റെ സ്ഥാനമാണ്, ആറാം ഭാവാധിപത്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ ശനി അവിടെ നിൽക്കുന്നു എന്നുള്ളത് വളരെ മൈന്യൂട്ടാണ് ഈ ചിങ്ങലഗ്നക്കാർക്ക്. ആ ശനി നിൽക്കുന്ന സ്ഥാനം ഓക്കെ ആണെങ്കിൽ പ്രശ്നം വരത്തില്ല. അല്ലെങ്കിൽ ഇത് സിംഹലഗ്നക്കാര് എപ്പോഴും അവരുടെ 7th ഹൗസ് ദാമ്പത്യ സ്ഥാനം കുറച്ചൊരു പ്രശ്നം ഉള്ള സ്ഥാനമായിട്ട് തന്നെ എടുക്കണം. അപ്പൊ ഫസ്റ്റ് തന്നെ സിംഹലഗ്നമാണ് ലഗ്നം എന്നുണ്ടെങ്കിൽ അതൊരു ഇൻഡിക്കേഷൻ അപ്പൊ തന്നെ നമ്മൾ നോക്കണം, ഒത്തു നോക്കണം, എന്താ ദാമ്പത്യ പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പൊ ഈ ലഗ്നമാണെങ്കിൽ നിങ്ങൾ പ്രേമിക്കുമ്പോഴും ശ്രദ്ധിക്കണം. പ്രേമിക്കുമ്പോൾ കുഴപ്പം വരുമോ ഇല്ലയെന്ന് നോക്കിയിട്ടൊക്കെ പ്രേമിച്ചാൽ മതി, ഇതിൽ വിശ്വാസം ഉണ്ടെങ്കിൽ. ഇതൊക്കെയാണ് ഇന്ന് പറയാനുണ്ടായിരുന്നത്. അപ്പോ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം മഹർത്തീശ്വരായ നമഃ. ഒരു കാര്യം കൂടി പറയാം, പറഞ്ഞു നിർത്തിയിട്ട് വീണ്ടും പറയണം. ഇതാണ് ജ്യോതിഷം എന്ന് വിചാരിക്കില്ല കേട്ടോ. എന്റെ ലൈവ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവുകൾ. ഇപ്പൊ ഞാൻ കർമാസ്ട്രോളജി പറഞ്ഞു, പരാശര പറഞ്ഞു. നമ്മൾ പരാശര മുറ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുന്നവരാണ്. അപ്പോൾ പല വീഡിയോകളും കർമാസ്ട്രോളജിയുടെ വീഡിയോ ഉണ്ടാവും, ചിലപ്പോൾ ജൈമിനി മെത്തേഡ് ഉണ്ടാവും, പല മെത്തേഡും നമ്മൾ ഇട്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. പിന്നെ ഇത് ഫസ്റ്റ് ടൈം നിങ്ങൾ കാണണമെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലാത്ത മാതിരിയൊക്കെ തോന്നും. ഇതിന്റെ തിയററ്റിക്കൽ ബേസും ഇതിന്റെ ട്രഡീഷണൽ ബേസും ഈ കുംഭലഗ്നത്തിന്റെ വളരെ പ്രമാണങ്ങള് ഒക്കെ മുന്നേ പറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോ ഉണ്ടാവുമല്ലോ, ഓരോ കണ്ടന്റ് ഓരോതായിരിക്കും. ഇപ്പൊ പറഞ്ഞ പോയിന്റ് മുന്നേ പറഞ്ഞിട്ടുണ്ടാവില്ല. മുന്നേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ടച്ച് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനെ പറ്റി മുന്നേ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ പറഞ്ഞത്. ഒരു രാശിയിൽ ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ആ രാശിയുടെ ബലം ഉച്ചം, സ്വക്ഷേത്രം, മൂലത്രികോണം, ശത്രു, ബന്ധു, സമൻ, നീചം ഇതൊക്കെ നോക്കണം. അതുപോലെ തന്നെ അത് നിൽക്കുന്ന എത്രാം ഭാവാധിപത്യമാണെന്ന്, ഏത് നക്ഷത്രത്തിലിരിക്കുന്ന നക്ഷത്രത്തിന്റെ അധിപനെ, അവിടെ പോയിരിക്കുന്ന ആശ്രയാധിപന് ബലമുണ്ടോ നോക്കുന്നവരുടെ ഈ പറഞ്ഞ ഉച്ചാധി ബലങ്ങള് നോക്കുന്നവർക്കുണ്ടോ, അവർ ഏത് ആധിപത്യം വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഏറ്റവും മിനിമം ഒരു 56 പോയിന്റ്സ് നോക്കിയാലാണ് ഒരു ഗ്രഹത്തിന്റെ ബേസിക് ആയിട്ടുള്ള ബലങ്ങൾ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഗ്രഹത്തിന്റെ ബലം തന്നെ ഗ്രഹത്തിനെ നോക്കുമ്പോൾ തന്നെ 21 പോയിന്റ്സ് ജസ്റ്റ് നോക്കാൻ പറ്റും. ഇനി രാശിയുടെ 12 വിഭാഗ കാറ്റഗറി ഉണ്ടല്ലോ, ഓജന്യക്കുമം, ചരസ്ഥിരവും, ധർമാർത്ഥ, കാമ, മോക്ഷങ്ങള്, നെരുപ്പ്, നിലനീർ, കാറ്റ്, പൃഷ്ഠോദയം, ഉഭയോഭയം, അങ്ങനെയുള്ളത്, മുഖം, ഊർധമുഖം, അധോമുഖം, അത് പിന്നെ കേന്ദ്രം, ത്രികോണം, ഏത് ത്രികോണമാണ്, ഏത് കേന്ദ്രമാണ്, അതുപോലെ തന്നെ പണപരം, അത് കേന്ദ്രാൽപരം, പണപരം, പരസ്വതാപക്ലിം എന്നൊക്കെ പറഞ്ഞു പോകുന്നു, അത് ഏതെങ്കിലും ആണോ, ത്രികോണത്തിൽ തന്നെ കാമത്രികോണം, അർത്ഥ ത്രികോണമാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്, ഉപജയമാണോ, ഇതൊക്കെ രാശിയുടെ തന്നെ 12 കാറ്റഗറി അവിടെ നോക്കണം. അങ്ങനെ ഒക്കെ നോക്കിയിട്ടാണ് ഫലം പറയുന്നത്. പരാശര മെത്തേഡില് ഷോർട്ട് കട്ടായിട്ട് പറയുന്നതില് ഈ DNA പോലുള്ള ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. എന്തായാലും ഫലം പറയുക എന്നുള്ളത് വിശദമായി ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുന്ന, ഇത് ടിപ്സ് മാത്രമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ. ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജ്യോതിഷം, കർമാസ്ട്രോളജിയുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 10,000 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും 3000 രൂപയ്ക്ക് കർമാസ്ട്രോളജി മൊത്തം പഠിപ്പിച്ചു തരും. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ഒരിക്കൽ കൂടി നോക്കാം.